AI സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തെക്കുറിച്ച് അറിയുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും സംയുക്തമായി ജനുവരി 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ഇന്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. AI രംഗത്തെ നിരവധി ദേശീയ അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടാകുമെന്ന് കുഴൽമന്നം അപ്ലൈഡ് സയൻസസ് പ്രിൻസിപ്പൽ സെന്തിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, കല തുടങ്ങിയ എല്ലാ മേഖലയിലും വർത്തമാനകാലത്തിൽ AI സ്വാധീനിക്കുന്ന മേഖലകളിൽ സമീപനം എന്താവണമെന്നതിനെക്കുറിച്ച് കോൺക്ലേവിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും പരിചയപ്പെടാനും അവസരമുണ്ടാവും. കോൺക്ലേവിന് മുന്നോടിയായി ജില്ലയിലെ അപ്ലൈഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. AI-യുമായി ബന്ധപ്പെട്ട നയങ്ങൾ, ധാർമ്മികത, സാങ്കേതിക മുന്നേറ്റം തുടങ്ങിയവയിൽ പരിജ്ഞാനം നേടാൻ ഉപകരിക്കുന്നതാണ് കോൺക്ലേവെന്നും സെന്തിൽകുമാർ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നമ്മൾ വളരെ ബൂമിംഗ് ആയിട്ട് വരുന്ന ഒരു മേഖലയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം എല്ലാ മേഖലകളിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുകളായിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, എല്ലാവിടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കടന്നുവരവ് വളരെ ബൃഹത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ആ ഇമ്പോർട്ടൻസും മറ്റൊക്കെ കൂടുതലായിട്ട് ബോധവൽക്കരിക്കാനും ഒക്കെ ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് IHRDയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഈ ജനുവരി 16, 17, 18 തീയതികളിൽ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രീ കോൺക്ലേവ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് IHRDയുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, അപ്ലൈഡ് സയൻസ് കോളേജുകൾ, അതുപോലെ ടെക്നിക്കൽ സ്കൂൾസ് ഓൾ ഓവർ കേരള എല്ലാവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കവും പരിസരങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകളൊക്കെ ആയിട്ടുള്ള സമ്പർക്കവും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട പല പല പ്രോഗ്രാമുകൾ, ക്വിസുകൾ, ഡിബേറ്റുകൾ, സെമിനാറുകൾ ഇതെല്ലാം സംഘടിപ്പിച്ചു വരികയാണ്. പ്രിൻസിപ്പൽമാരായ MM സിദ്ദീഖ്, ജയമോഹൻ, M ഷാലിമോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.